ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഞാൻ എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-10:30 ആയപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൽ ലിസ്റ്റിൽ അത് 2-3 പേരേ ഉള്ളൂ. അതിലുള്ള ഒരാളെന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാനിന്ന് വളാഞ്ചേരി ഉണ്ട്, ഞാൻ വീട്ടിലേക്ക് വന്നോട്ട് കുട്ടീനെ കാണാൻ നീ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞത് കേട്ടപ്പോ എനിക്കുണ്ടായ ഫീലിങ്സ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവളത് പറഞ്ഞു വെച്ച് ഓക്കെ നീ വാ, അവള് വേറെ ഫ്രണ്ടിനോട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാണ്. അപ്പൊ ഞാൻ അവൾക്ക് പിന്നെ വരാൻ നീ വായോ കറി വെക്കാൻ. അവള് വീട് കോഴിക്കോട് ചേളാരി ഭാഗത്താണ്. അപ്പോൾ അവള് റെയറാണ് വളാഞ്ചേരിക്ക് വരുന്നത്. കാരണം വളാഞ്ചേരിയിലാണ് അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് ഡിഗ്രി, മർക്കസ് വളാഞ്ചേരിയിൽ. അവിടെ തന്നെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആവുന്നത്. അവളെ കുറിച്ച് ആദ്യം സംസാരിക്കുക. അവളുടെ പേര് ഷഹാന ഫെബി. ഞാനും അവളും മർക്കസിൽ 4 വർഷത്തെ പരിചയമുണ്ട്. 2 വർഷം, അതായത് 8, 9 പിന്നെ +1 +2. അപ്പോൾ 8-ലും 9 അല്ല 9-ഉം 10-ഉം +1 +2 അങ്ങനെയാണ്. അപ്പോൾ 9-ലും 10-ലും ഞങ്ങൾ പരിചയം മാത്രമേ ഉള്ളൂ, വലിയ ഫ്രണ്ട്ഷിപ്പൊന്നും ഇല്ല. മദ്രസയിൽ പോകുമ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ അത്രേ ഉള്ളൂ. +1 +2ലാണ് ഞങ്ങൾ ഒരുമിച്ചൊരു ക്ലാസ്സിൽ. 9-ലും 10-ലൊക്കെ അവൾക്ക് വേറെ ഫ്രണ്ട്സ്, കാരണം അവൾ ഇംഗ്ലീഷ് മീഡിയമാണ്, ഞാൻ മലയാളം മീഡിയമാണ്. അപ്പോൾ അവൾക്ക് വേറെ ഫ്രണ്ട്, എനിക്ക് വേറെ ഫ്രണ്ട്, അങ്ങനെയായിരുന്നു. ഞങ്ങൾ വേറെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സർക്കിൾ തന്നെ ഞങ്ങൾക്ക് വേറെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയത് +1 +2 ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ ഹോസ്റ്റലിലാണ് ഞാനും പഠിച്ചത്, ഓളും പഠിച്ചത് ഹോസ്റ്റലാണ്. ഞങ്ങൾ ഒരു റൂമിൽ ഞങ്ങൾ രണ്ടാൾ മാത്രമായിരുന്നു. കാരണം ഞങ്ങളുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹോസ്റ്റലിൽ ഞങ്ങളാണ് അവിടെ ആ ഒരു വിഭാഗത്തിൽ സീനിയേഴ്സ് ഞങ്ങളാണ്. ഞാനും അവളും എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ ടീച്ചേഴ്സ് ഞങ്ങളെ അട്ടനും പൊട്ടനും വിളിച്ച് കളിയാക്കിയിരുന്നതും. ഞങ്ങൾ മറ്റേ ഈ ഞാൻ വെച്ചേക്ക് മരപ്പെട്ടി കൂട്ടെന്നൊക്കെ പറയുന്ന മാതിരിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ആ ഒരു ഹോസ്റ്റൽ റൂമും അത് വേറെ ലെവലായിരുന്നു സത്യത്തിൽ. എനിക്ക് അവൾക്ക് ഞാനല്ലാതെ പറ്റില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നു. ക്ലാസ്സിലാണെങ്കിൽ പോലും ഒരു ബെഞ്ചിൽ ഒരു ഇതിൽ ഒരുമിച്ച് കിടക്കണം, ഒരുമിച്ച് ഫുഡ് കഴിക്കണ്, എൻ്റെ ഡ്രസ്സ് അവളിടണം, അവളുടെ ഡ്രസ്സ് ഞാൻ ഇടണം, ഒരുമിച്ച് ഫുഡ് കഴിക്കണ്, പിന്നെ വഴക്കുണ്ടാണ്. അങ്ങനെ ഞങ്ങളൊരു റിലേഷൻ ആ ഒരു 2 വർഷം ഭയങ്കരമായിട്ട് എന്താ പറയുക ക്ലോസ് ആയിപ്പോയി. പിന്നെ പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഇടയിൽ ചില ഇത് വരാൻ തുടങ്ങി. അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മർക്കസിൽ +2 എത്തിയിട്ട് ലാസ്റ്റിക്ക് ചെറിയൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുകയാണ്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ ഇറങ്ങുകയാണ്. അതിൻ്റെ ഒരു പ്രശ്നം അവൾക്കും എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരുമിച്ച് ഒരു റൂമിലാണ്. ഞാൻ പോകുന്ന കഴിഞ്ഞാൽ അവൾ ഒറ്റയ്ക്കാണ്, അവൾ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണ്. സോ ഞങ്ങൾ അങ്ങനെ ലീവുള്ള ദിവസമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാറാണ്, ഞങ്ങളങ്ങനെ ലീവ് എടുക്കാറില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു ഇതിലാണ് ഞാൻ അവിടുന്ന് ഇറങ്ങി പോണത് ഹോസ്റ്റലിൽ നിന്ന്. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോരുകയാണ്. അതിന് ഉള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്. ഹോസ്റ്റലത്തെ പ്രശ്നമൊന്നുമല്ല, എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അവളോടും ഉള്ള പ്രശ്നം കൊണ്ടല്ല. അന്ന് ഇറങ്ങിയ മുതൽ അവൾ എന്നോട് തീരെ മിണ്ടാട്ടില്ല. എനിക്ക് ഭയങ്കര ഹാർഡാണ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം. കാരണം ഞങ്ങൾ എത്രയോ രാത്രികൾ ഉറക്കമൊഴിച്ചിരുന്ന് വർത്തമാനങ്ങൾ പറഞ്ഞ് സത്യത്തിൽ ഞങ്ങളുടെ മർക്കസ് ലൈഫ് അത്രയും ഫേവറേറ്റ് ആണ്, അത്രയും ഫേവറേറ്റ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാനും വല്ലാണ്ട് മിണ്ടാട്ടല്ലാണ്ടായി, സങ്കടം. ഞങ്ങൾ ക്ലാസ്സിൽ ഒരുമിച്ചാണ്, പക്ഷെ എന്നാൽ ആ ഒരു വൈബ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞാൻ ഓളെ ഒറ്റക്കാക്കി പോയി എന്നുള്ള ഫീലിങ്സാണ് ഓൾക്ക്, ഞാൻ ഓളെ ഒറ്റക്കാക്കി പോകുന്നല്ലോ എന്നുള്ളതാണ് എനിക്ക്. പക്ഷെ പിന്നെ കാര്യങ്ങളൊക്കെ ഓളോട് പറഞ്ഞപ്പോൾ ഓൾക്ക് മനസ്സിലായി, ഓക്കെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണെന്ന് മനസ്സിലായപ്പോൾ ഓളത് അക്സെപ്റ്റ് ചെയ്തു. സോ ഇപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ അവളെ പോയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ 3 വർഷത്തിൻ്റെ ഇടയിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്, 2 വട്ടമായിട്ടാണ് തോന്നുന്നത്. പിന്നെ അവൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് എൻ്റെ കല്യാണത്തിനാണ്. എൻ്റെ സ്വാതിൻ്റെ കല്യാണത്തിനാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പോയിട്ടുള്ളത് ഇല്ല, പിന്നെ അവളുടെ നിക്കാഹ് കഴിഞ്ഞിട്ടാണ് എൻ്റെ കല്യാണം. യെസ്, ഏറ്റവും ലാസ്റ്റ് എൻ്റെ കല്യാണത്തിനാണ് അവൾ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ കുട്ടിയെ കാണാൻ അവൾ വരികയാണ്. അത് കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവളൊന്ന് വരുന്നത്. പെട്ടെന്ന് വരും പോകുന്നു പറഞ്ഞതുകൊണ്ട് എന്താ എനിക്ക് അറിയില്ല, ഭയങ്കര സന്തോഷമുണ്ട്. അവൾ വരിക പറഞ്ഞാൽ മുതൽ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് അറിയില്ല, ഞാൻ എന്തൊക്കെ ഇത്ര ഹാപ്പിനെസ് എനിക്ക് അറിയില്ല. ഒന്നാമത് ഓള് വരുന്നത് അറിഞ്ഞ മുതൽ ആദ്യം ഹോസ്റ്റൽ മൊമെന്റ്സും ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തിരുന്നതും ഞങ്ങളുടെ ആ ഒരു ബോണ്ട് എനിക്ക് ഇങ്ങനെ മനസ്സിലോട്ട് വരികയാണ്. എനിക്ക് സങ്കടം വരുന്നുണ്ട്, സന്തോഷമുണ്ട്. ബട്ട് ചില ഫ്രണ്ട്സ് നമ്മൾ പറയും അത്രമേൽ ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന ഫ്രണ്ട്സ് എന്നൊക്കെ പറയും. അങ്ങനെ തട്ടി നിൽക്കുന്ന ഫ്രണ്ടാണ് ഫെബി. എനിക്ക് സിനോ ഞാൻ വിളിക്കുക സിനോട്ടി. എന്താ എനിക്ക് മറ്റേ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. സത്യത്തിൽ എനിക്ക് വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിട്ടുണ്ട്, പലതും തിരക്കും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ബുദ്ധിയില്ലായ്മ കൊണ്ട് പല ഫ്രണ്ട്ഷിപ്പ് ഞാൻ ക്ലോസ് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഫെബി സിനോ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറല്ല. ഞങ്ങളുടെ എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളതപ്പോൾ ഫോർഗീവ് ചെയ്യും. നമ്മൾ വഴക്കൊന്നും അധികം നീണ്ടൊന്നും പോകാറൊന്നുമില്ല. അത് അവിടെ വെച്ച് ക്ലോസ് ചെയ്യുമ്പോൾ പിന്നെ അത് എന്തിനാണ് ഞങ്ങൾ തെറ്റി നിൽക്കുന്നത് ഞങ്ങൾക്ക് പോലും അറിയാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തെറ്റിയിട്ട് മുന്തിയത് പോലും അറിയാത്ത രീതിയിലൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. സത്യത്തിൽ ജെം
ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് പറയുമ്പോൾ ഏറ്റവും യൂസ് ചെയ്യുന്ന റോൾ തന്നെ ആയിരിക്കും. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചാൽ എനിക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഞാൻ ആർക്കും മെസ്സേജ് വെച്ച് വിളിച്ചൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫ്രണ്ട്ഷിപ്പും ആ ഒറ്റ റീസൺ പറഞ്ഞിട്ട് ഇന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ജാടയും വിളിക്കൂല. പക്ഷേ സിനു അങ്ങനെയല്ല. സിനു ഡിഫറെൻ്റ് ആണ്. ഞാൻ വിളിച്ചാൽ ഇതിന് സങ്കടം ഉണ്ടാവും. പക്ഷേ പിന്നെ അവൾ വിളിക്കും. നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ സംസാരം നീണ്ടു നിൽക്കും. ആ 3-4 മണിക്കൂറിൽ 3-4 വർഷത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നുണ്ടാവുക. അങ്ങനെയാണ്. അപ്പം ഞാൻ വിളിച്ചില്ല, മെസ്സേജ് അയച്ചില്ല എന്നിട്ട് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് തള്ളിക്കളയാത്ത ഒരു വ്യക്തിയോളാണ്. ഇപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായപ്പോഴും ഞാൻ ഒരുപാട് തളർന്നു പോയ സമയത്തൊക്കെ എൻ്റെ കൂടെ നിന്ന് എല്ലാത്തിനും എൻ്റെ കൂടെ നിന്നിരുന്ന ഒരേ ഒരു വ്യക്തി സിനുവാണ്. ഓള് വരാൻ നടക്കുന്ന എൻ്റെ ഉമ്മാക്കും എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. കാരണം എല്ലാവർക്കും അറിയാം ഓൾ എങ്ങനെയാണുള്ളത്. പിന്നെ ഓളുടെ ക്യാരക്ടറിന് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഓൾ വന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓൾക്ക് അവിടെ എത്താൻ അയക്കണമെന്ന് പറഞ്ഞു. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്തതിന് മാത്രമേ ഉള്ളൂ. ഓൾ പോയി കഴിഞ്ഞതിന് ശേഷം പോയി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഓള് രണ്ടാദ്യം വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം പോയിട്ട് എന്താണ് അടുത്ത പരിപാടി. ഓൾ പോയതിന് ശേഷം എൻ്റെ 4ാമത്തെ സിസ്റ്റർ പോകുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം 4ാമത്തെ സിസ്റ്റർ ഉള്ള വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇനി പോകുമ്പോൾ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇട്ടോളാം. 4ാമത്തെ സിസ്റ്ററിൻ്റെ വിശേഷങ്ങളും ഓൾമോസ്റ്റ് എല്ലാവരും കുറിച്ച് ഞാൻ പിന്നെ വഴി അറിയിക്കാം. അറിയാലോ, ഫസ്റ്റ് വ്ളോഗ് പെട്ടിട്ടുള്ളൂ. ഞാൻ അല്ലാണ്ട് വീഡിയോ നമുക്ക് നോക്കിയിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പുറകെ ചെയ്യുക. പിന്നെ നന്നാക്കാൻ ശ്രമിക്കാം, ബെറ്റർ ശ്രമിക്കാം. സജഷൻസ് ഉണ്ടെങ്കിൽ വിടുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടി സാർ കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യും. എൻ്റെ ഞാൻ പറ്റാത്തതാണ് ഞാൻ കമൻറ്റ് ഇടുമ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇൻട്രസ്റ്റ് ചെയ്താൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അത്രയും സപ്പോർട്ട് ചെയ്യാം. മാക്സിമം വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. അവിടെ വന്നതിന് ശേഷം നടക്കാം. ബൈ. ശരി, എന്നോണം വന്ന് ഓൾ ഓടിപ്പോയത് ബേബിനെ എടുക്കാനിരുന്നിട്ടാ. ഉറങ്ങിക്കിടക്കണ കുട്ടീനെ ഓൾ ഉണർത്തിയിട്ടാണ് പിന്നെ ഓൾക്ക് സമാധാനമായത്. വന്ന് കയറിയപ്പോൾ തൊട്ടേ എൻ്റെ മൈൻഡില്ലായിരുന്നു ഓൾക്ക് സാധനം. ഞാനാണ് അവളെ ഫ്രണ്ട് പറഞ്ഞോളൂ വിശ്വസിക്കോ ഇല്ല. ഓള് കുട്ടീനെ ഉണർത്തി, കുട്ടിയുടെ കൂടെ കളിയായി, എല്ലാം ആയി. കുട്ടീനെ നിലത്തുള്ള നെറുകളിലെന്ന മാതിരി താഴ്ത്തി വെച്ചിട്ടേ ഇല്ല. പോണ വരെ ഓളെ കയ്യിലായിരുന്നു. പിന്നെ ഇങ്ങോട്ടുള്ള സഡൻ പ്ലെയിൻ ആയിരുന്നു ഓളോളം അമ്മയും കൂടെ. അതുകൊണ്ട് വീട്ടിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്താ പറയുക, വീട്ടിൽ വിളിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവളുടെ എത്താത്തുണ്ട് സുഹാദ ലുലിന്ന് വിളിക്കും ഞങ്ങൾ. ഓളിൻ്റെ സീനിയറും ഇവളിൻ്റെ ക്ലാസ്മേറ്റും ഇവളെ അനിയത്തി ദിയാനുണ്ട്, ഓളിൻ്റെ ജൂനിയറേയും. അങ്ങനെ ഒരു കണക്ഷൻ കൂടെ ഞങ്ങളുണ്ട്. അപ്പോൾ ദിയാനക്കൊക്കെ ഭയങ്കര ദേഷ്യം സങ്കടം വന്ന് ഓളെ കൊണ്ടയില്ല, പിടിച്ചില്ല. കുറേ ആയി ഞങ്ങൾ വരണം പറഞ്ഞിട്ട്. എന്നിട്ട് ഓളെ കൂട്ടാതെ പോകുന്ന പറഞ്ഞിട്ട് ഓള് ഭയങ്കര കലിപ്പിലായിരുന്നു. എൻ്റെ ലുലും ദിയാനയും ഒക്കെ മാറി മാറി വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പിന്നെ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി. സീനുട്ടി ഫോട്ടോ എടുക്കാൻ പോവാണ് ഗൈസ്. സീനു ഷാന ഫാബി അല്ല ഫെബി എന്നാ ഫെബി ഞങ്ങൾ കിട്ടണ്ടായില്ല കറക്റ്റ്. ഇപ്പോൾ പോവാൻ നിൽക്കത്ര ഫുഡ് വേണ്ട ഒന്നും വേണ്ടാന്ന് ഒരു വയറ് നിറച്ചിട്ടാ വന്നേ. അപ്പൊ നമ്മളിനി റിവെഞ്ച് ചെയ്യും എപ്പോഴെങ്കിലും ഇൻഷാല്ലാ ഓളോടൊക്കെ പോകുമ്പോ. ഞാൻ ഇതേപോലെ വയറ് നിറച്ച് പോകും. അതിനോക്കാരും കൊടുക്കൂലോ, പച്ചള കൊടുക്കുള്ളൂ. ആയിക്കോട്ടെ ശരി. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ ഫെബി യാത്ര പറയാണ്. ലാസ്റ്റ് കരച്ചിലും പിടിച്ചിലായി ഇവള് ഇറങ്ങിപ്പോയി. പോകുമ്പോൾ എന്തൊരു വിഷമം. ഓരങ്ങനെ പോയി. നമുക്കിനി ഫുഡ് കഴിക്കാം. ഫെബി പോയ സങ്കടത്തിന് എനിക്ക് ഫുഡൊന്നും അറിഞ്ഞില്ല കേട്ടോ. ബിരിയാണിയൊക്കെ ഒരു പേരുണ്ട് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടിച്ച് വെച്ചിരുന്നു. പക്ഷെ ഓരോ തിന്നില്ല, ഒരു വയറ് നിറച്ച് തിന്നെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇത് ഫെബിക്കണമെന്ന ഫെബിയെ എന്നെ ഓർത്തിട്ടാണ് ഞാൻ ആ തിന്നണത്. ഫുഡൊന്നും ഇറങ്ങിയില്ല, കണ്ടാൽ മനസ്സിലായി കൂടെ ഇറങ്ങിയില്ലക്ക്. രസം കഴിഞ്ഞോള് പോവാണ്. ഞങ്ങൾ അങ്ങോട്ട് വരും. പോവാ നോക്കട്ടെ. ഇവർ പോണതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ അയൽവാസിയാണ്, കസിനാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, എല്ലാം ചങ്കും കരളുകളുമാണ്. അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ഞാൻ ബ്രൗണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്, കേക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ റിവ്യൂ സിസ്റ്റർ പറഞ്ഞ കേട്ടോളിട്ടാ. സൂപ്പർ ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്. ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. പേജ് ഞാൻ മെൻഷൻ ചെയ്യാം. മൈൻഡ്ഫുൾ ക്രെയിംസ് എന്നാണ് ഓളെ പേജ്. വേണ്ടൊരു ഡീം പോയി ചെക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്യാം. സംഭവം സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളി സൂപ്പർ ആണ്. ട്രൈ ചെയ്യാം. കഴിഞ്ഞിട്ട് വേണ്ടാവല്ലോ. നോക്ക്, ചൂടുണ്ടിട്ടാ അവസാനം തൊള്ള പള്ളില്ലേ, തൊള്ളേന്റെ പല്ലും പോയാ അറിഞ്ഞാവൂലേ. സൂപ്പറാണ് മക്കളെ. ഈ ചൂടോണ്ട് അറിയുന്നത് അപൂർവക്ക് പോയാ ഇവിടെ തല്ലടക്കം തുടങ്ങി.
നല്ല രസമുണ്ട്, സൂപ്പർ. അതൊക്കെ നമ്മളെ കുട്ടികളൊക്കെ വരുന്നേ തിന്നാനും. അവസാനം സ്പൂൺ മാറ്റി കൈകൊണ്ടായല്ലോ. അമ്മാറക്കണ്ണനെ കണ്ടിട്ടാണ് അവിടെ ഉണ്ട് സംഭവം. ആ പോണ് അവിടേക്ക് കല്യാണം ചാറ്റി പറയും പോയ അമ്മ ഹബീനെ കൊണ്ടാക്കാൻ പോവാ. ഞാൻ തന്നാണ്ട് അങ്ങനെ എന്നോട് യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ പറഞ്ഞ് ഉമ്മ ഉപദേശങ്ങളൊക്കെ നൽകി ഊര് അങ്ങനെ പോയി. നാലാമത്തെ സിസ്റ്ററിനെ യാത്രയൊക്കെ കൊണ്ടാക്കാൻ പോവാണ്, യാത്രയ്ക്കാനെന്നൊക്കെ കൊണ്ടാക്കാൻ പോവാണ് ഉമ്മ. സിനു വന്നു, സിനുവിൻ്റെ കൂടെ വന്നു, ബേബിനെ കണ്ടു, നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നു. ഫസ്റ്റ് ഒരു 2 മണി ആവുന്ന നേരത്ത് ഒരു പോയി, 2 മണിയല്ല 2:30 ആവുന്ന നേരത്ത് പോയി. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക 3:30 ടൈപ്പിൻ്റെ സിസ്റ്ററും ഇങ്ങനെ കൂടെ പോയി. അതിന് എന്തുകൊണ്ടൊന്നും നല്ലൊരു ദിവസമായിരുന്നു. സിനുവിനെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ അല്ലേ, അതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ആ ലിസ്റ്റിൽ മെയിനായിട്ട് നിൽക്കുന്നതോളാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് താല്പര്യം, അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കത് ചെയ്യാൻ കഴിയും. ഓക്കെ പറ്റും, അത് ഓക്കെ ആണ്, പ്രശ്നമില്ല, അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. പിന്നെ എങ്ങനത്തെ അത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് ആക്കി ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് സത്യത്തിൽ ഒരു ഐഡിയ ഇല്ല, എന്ത് ചെയ്യണം എന്ത് കാട്ടണം എന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വീഡിയോ എടുക്കായിരുന്നു. ഓക്കെ, പിന്നെ ഇതുവരെ ചെയ്ത വീഡിയോസൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ടാവും, ഇപ്പോൾ ഈ വിടുന്നതൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വരുന്ന മിസ്റ്റേക്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർഗീവ് ചെയ്യുക. പിന്നെ വീഡിയോ നന്നാക്കാൻ ശ്രമിക്കാം, ലെങ്ത്ത് കൂട്ടാൻ ശ്രമിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ വീഡിയോ ആയിട്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ വരാം. ബൈ.